Hi, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the greedy problem solving approach or greedy approach. ഈ വാക്ക് greedy എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്? A person or someone whose choices are like immediate, whose choices are only dependent on immediate results. അന്നുള്ള ലാഭത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ഒരു വ്യക്തി, അയാളല്ലേ അങ്ങനെയുള്ള ആൾക്കാരല്ലേ ഗ്രീഡി ഓർ ഗ്രീഡി പേഴ്സൺ. ഗ്രീഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആ മൊമെൻറ്റിലെ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലേ, ടൈംലി പ്രോഫിറ്റ്സ്. സോ സെയിം തിങ് ആണ് നമ്മുടെ ഗ്രീഡി അൽഗോരിതം അപ്രോച്ചും ഡെപിക്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കൊരു ബിഗർ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് നമുക്ക് ഒരു ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോബ്ലത്തെ നിറയെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി അറ്റ് എവറി പോയിന്റ് ഓഫ് ദ സബ് പ്രോബ്ലം, ഓരോ സബ് പ്രോബ്ലത്തിനും നമ്മൾ ആ സബ് പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് നമ്മൾ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ചൂസ് ചെയ്യുന്നു. അതായത് ഈ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ സബ് പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ സബ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഓപ്റ്റിമലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അതിനെ ഔട്ട്പുട്ട് 1 എന്ന് വിളിച്ചു. സെയിം തിങ് നമ്മൾ എല്ലാ സബ് പ്രോബ്ലംസിനും ചെയ്യുകയാണ്. ഓക്കെ, ഓരോ സബ് പ്രോബ്ലത്തിനും നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ആ നിമിഷത്ത് ലോക്കലി ഓപ്റ്റിമലായിട്ട് ആ സബ് പ്രോബ്ലത്തിന് ലോക്കലായിട്ട് ഓപ്റ്റിമലായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. അങ്ങനെ ഓരോ സബ് പ്രോബ്ലംസും ചെയ്ത് ഫൈനലി നമ്മൾ ഒരു ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു. ആൻഡ് വി ആർ കൺസിഡറിങ് ദാറ്റ് ഇറ്റ് ഈസ് ഗ്ലോബലി ഓപ്റ്റിമൽ. ഈ എൻറ്റയർ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻറ്റയർ പ്രോബ്ലമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഓർ ഹോപ്പ് ചെയ്യണം. സോ ഗ്രീഡി അപ്രോച്ച് ഇസ് നത്തിങ് ബട്ട് എ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി വെറിൻ വി ട്രൈ ടു സോൾവ് ആർ സബ് പ്രോബ്ലംസ് ബൈ ഫൈൻഡിങ് ലോജിക്കലി ഓർ locally optimal solution in hope of finding a globally optimal solution. ലോക്കലി ഓപ്റ്റിമൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് വഴി ഗ്ലോബലി ഓപ്റ്റിമൽ സൊല്യൂഷൻസിൽ റീച്ച് ആവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചിനെയാണ് ഗ്രീഡി അപ്രോച്ച് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്രീഡി ആയിട്ടുള്ള ഒരാൾ എന്താണ് ചെയ്യുന്നത്, ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എത്ര ലോസ് കുറയ്ക്കാം അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സംടൈംസ് നമുക്ക് അതുവഴി എന്ത് ചെയ്യാം, നമുക്കൊരു പ്രോഫിറ്റ്, ഹൈ എൻഡ് പ്രോഫിറ്റ് ഉണ്ടാക്കാം. സംടൈംസ് നമുക്ക് എവിടെയെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓപ്റ്റിമൽ ആയിട്ടുള്ള ഗ്ലോബലി ഓപ്റ്റിമൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടണമെന്നില്ലാതെ വരാം. ഓക്കെ, സോ ഗ്രീഡി അപ്രോച്ച് ക്യാൻ ഓൾസോ ലീഡ് ടു സച്ച് എ സിറ്റുവേഷൻ. നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടാതെയും വരാം. ബട്ട് ഗ്രീഡി അപ്രോച്ച് അൺലൈക്ക് അതർ അപ്രോച്ചസ് ലൈക്ക് ബാക്ക് ട്രാക്കിംഗ് ഓർ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, വി നെവർ ഗോസ് ബാക്ക് ടു ദ പ്രീവിയസ് സ്റ്റെപ്സ് ആൻഡ് റീഡു. കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ കഴിഞ്ഞെടുത്ത ഡിസിഷൻ അത് തെറ്റിപ്പോയാലും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാറില്ല, വി ജസ്റ്റ് കണ്ടിന്യൂ ഫോർവേഡ്. അതാണ് ഗ്രീഡിയുടെ സെക്കൻഡ് പ്രോപ്പർട്ടി. സോ ഫസ്റ്റ് എന്താണ്, ഓരോ പോയിന്റിലും ആ പോയിന്റിന് ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പോയിന്റിന് ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് ഫോർവേഡായിട്ട് പോകും. വി നെവർ ബാക്ക് ട്രാക്സ്. ഓക്കെ, ഇനി എല്ലാ പ്രോബ്ലംസും നമുക്ക് ഗ്രീഡി അപ്രോച്ച് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുമോ? ദി ആൻസർ ഇസ് നോ. പ്രോബ്ലംസ് if they satisfy 2 conditions, then only we can solve it using greedy approach. രണ്ട് കണ്ടീഷൻസ് സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോബ്ലംസിനെ മാത്രമേ നമുക്ക് ഗ്രീഡി അപ്രോച്ച് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ഗ്രീഡി ചോയ്സ് പ്രോപ്പർട്ടി. എന്താണ് ഗ്രീഡി ചോയ്സ് പ്രോപ്പർട്ടി? Greedy choice properties just says that we can obtain a globally optimal output or globally optimal solution by combining locally optimal solutions to its sub-problems. So it just says that a globally optimal solution can be achieved by making locally optimized സൊല്യൂഷൻസ് ഓർ ചോയ്സസ്. അതായത് ഈ ലോക്കലി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് വഴി നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോബ്ലം ഓർ നമ്മൾ എൻ്റയർ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്ലോബലി ഓപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഗ്രീഡി ചോയ്സ് പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ ഈസ് ഓപ്റ്റിമൽ സബ്സ്ട്രക്ചർ. ഓപ്റ്റിമൽ സബ്സ്ട്രക്ചർ പ്രോബ്ലം പറയുന്നത്
ഈ ലോക്കലി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സിലെ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ ഗ്ലോബലി ഓപ്റ്റിമൽ ഔട്ട്പുട്ട് എന്നാണ്. അതായത് ഇഫ് എ പ്രോബ്ലം ക്യാൻ ബി ഓപ്റ്റിമലി globally optimized and solved, then that optimal solution will be the output of or combination of the outputs of these sub problems. ഈ സബ് പ്രോബ്ലംസ് ഇതിൻ്റെ കോമ്പിനേഷൻ, ഇത് അഡീഷൻ ആവാം, യൂണിയൻ ആവാം, ഇതിൻ്റെ റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഈ ഗ്ലോബലി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഓപ്റ്റിമൽ സബ്സ്ട്രക്ചർ പ്രോബ്ലം. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഓർ ഓപ്റ്റിമൽ സബ്സ്ട്രക്ചർ പ്രോപ്പർട്ടി, ഈ രണ്ട് പ്രോപ്പർട്ടീസ് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ മാത്രമേ നമുക്ക് ഗ്രീഡി അപ്രോച്ച് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഇസ് തിയറി. ഒരു പോയിന്റ്, ഒരു ടിപ്പ് ഫോർ യു. മിൻ ഓർ മാക്സ് അങ്ങനെയുള്ള പ്രോബ്ലംസ് മാത്രമേ നമുക്ക് ഗ്രീഡി അപ്രോച്ച് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റൂ. അതായത് നിങ്ങളുടെ അടുത്ത് ഒരാൾ ക്വസ്റ്റ്യൻ കൊണ്ടുവരികയാണ്, how to do or what steps can be done or how you can group or perform something so that you can maximize your profit. അല്ലെങ്കിൽ they are going to come and ask you what are steps can you do to reduce your losses. അപ്പോൾ അവിടെ മാക്സ് ഓർ മിൻ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാത്രമേ നമുക്ക് ഗ്രീഡി എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ ടിപ്പ് ഫോർ ദ ഡേ. Now, I repeat, greedy എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ലോക്കലി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ആൻഡ് ഫൈനലി വി എൻഡ് അപ്പ് വിത്ത് എ ഗ്ലോബലി ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷൻ. സെക്കൻഡ് പോയിന്റ്, നമ്മൾ ഒരിക്കലും റീട്രാക്ട് ചെയ്യാറില്ല. തിരിച്ചു പോയി എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ തിരിച്ചു പോയി അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കാറില്ല. ആൻഡ് മൂന്നാമത്തത്, എല്ലാ പ്രോബ്ലംസും നമുക്ക് ഗ്രീഡി അപ്രോച്ച് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോബ്ലംസിനെ മാത്രമേ നമുക്ക് ഗ്രീഡി അപ്രോച്ച് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഗ്രീഡി അൽഗറിതത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ആ അൽഗറിതംസ് കാണാൻ എങ്ങനെ ഇരിക്കും എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അടുത്ത ടോപ്പിക്, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. കൺട്രോൾ അബ്സ്ട്രാക്ഷൻ, ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? കൺട്രോളിൻ്റെ അബ്സ്ട്രാക്ഷൻ. വാട്ട് ഈസ് കൺട്രോൾ? കൺട്രോൾ ഈസ് നത്തിങ് ബട്ട് യുവർ ലോജിക്കൽ സ്റ്റെപ്സ് ഓർ ഹൗ യുവർ പ്രോഗ്രാം വർക്ക്സ്. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈ എൻഡ് ഓവറോൾ ഡീറ്റെയിൽഡ് അല്ലാത്ത ഡിസ്ക്രിപ്ഷൻ ഓർ നമുക്ക് പറയാം, നമുക്കിവിടെ ആണെങ്കിൽ അൽഗറിതം എന്ന് പറയാം. ഡീറ്റെയിൽഡ് അല്ലാതെ ലോജിക്കിനെ കുറിച്ച് കറക്റ്റായിട്ട് പറയാതെ ഒരു ഹൈ ലെവലിൽ നിന്നുകൊണ്ട് മാത്രം എന്താണ് സ്റ്റെപ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഇസ് നത്തിങ് ബട്ട് a way to provide or a general template that we write to depict how all the algorithms that comes under a specific approach. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഗ്രീഡി ആണ് അല്ലേ. അപ്പോൾ ഈ ഗ്രീഡി അപ്രോച്ചിന് താഴെ ഈ ഗ്രീഡി അപ്രോച്ച് അല്ലെങ്കിൽ ഗ്രീഡി മെത്തഡോളജി ഉപയോഗിച്ച് നമ്മൾ ഏതൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു ആ പ്രോബ്ലംസിനൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്യൂഡോ കോഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറൽ ടെംപ്ലേറ്റ്, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ജസ്റ്റ് ടെൽസ് യു അബൌട്ട് എ ജനറൽ ടെംപ്ലേറ്റ് വിച്ച് ക്യാൻ ബി യൂസ് ടു explain the normal flow of an approach. ഏതെങ്കിലും ഒരു അപ്രോച്ച്, ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഗ്രീഡിയാണ്. അപ്പോൾ നമുക്ക് ഗ്രീഡിയുടെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒരു എക്സാമ്പിളും ആ എക്സാമ്പിൾ എങ്ങനെയാണ് ഗ്രീഡി വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്നും നോക്കാം. എന്നിട്ട് അത് വെച്ച് നമുക്ക് ഈ അൽഗറിതം ടിക്ക് ചെയ്യാം. അസ്യൂം ചെയ്യുക, somebody is coming to you and asking for a balance for 321 rupees. 321 rupeesന് ബാലൻസ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ നിങ്ങളോട് വരികയാണ്. ആൻഡ് അസ്യൂം ദാറ്റ് യു ഹാവ് 100ൻ്റെ നോട്ട്സ് ഉണ്ട്, 50ൻ്റെ നോട്ട്സ് ഉണ്ട്, 20ൻ്റെ നോട്ട്സ് ഉണ്ട്, 10ൻ്റെ നോട്ട്സ് ഉണ്ട്, 5ൻ്റെ കോയിൻസ് ഉണ്ട്, 1ൻ്റെ കോയിൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിന് ഇത്രയും കോയിൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ കോയിൻസ് വെച്ചിട്ട് 321ന് നിങ്ങൾ ചേഞ്ച് കൊടുക്കണം. ബാലൻസ് അല്ല, ചേഞ്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? 321ന് 103 നോട്ട്സും ഒരു 20യുടെ നോട്ടും ഒരു 1ൻ്റെ കോയിനും കൊടുക്കും. ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയാണ്ടോ അറിഞ്ഞോ ചെയ്ത അപ്രോച്ച് വന്നിട്ട് ഗ്രീഡിയാണ്. കാരണം ഇവിടെ നമ്മൾ നോർമലി എന്താണ് തിങ്ക് ചെയ്യുന്നത്? മിനിമം നമ്പർ ഓഫ് കോയിൻസ് കൊടുക്കാനാണ് നോക്കുന്നത് അല്ലേ? unless and until the user asks us explicitly എനിക്ക് മാക്സിമം കോയിൻസ് തരൂ, 50യുടെ നോട്ട്സ് തരൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോർ നമ്പർ ഓഫ് നോട്ട്സ് വെച്ചിട്ട് ഇതിന് ചേഞ്ച് കൊടുക്കാൻ നോക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മിനിമം നമ്പർ ഓഫ് ചേഞ്ചസ് കൊടുക്കാനാണ് നോക്കുന്നത്. സോ അതൊരു പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്, ഈ നമ്പറിന് നിങ്ങൾ ചേഞ്ച് കണ്ടുപിടിക്കണം. ആൻഡ് here is a constraint, you have to give minimum number of notes or minimum number of changes at the end of the day.
അപ്പോൾ അവിടെ എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മിനിമം ആണ്, മിനിമം നമ്പർ ഓഫ് നോട്ട്സ് അല്ലേ? ഞാൻ പറഞ്ഞു മിനിമം മാക്സിമം. ഈ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു അപ്രോച്ച് ഏതാണ്? ഗ്രീഡി. ഇവിടെ എന്താണ് നമ്മൾ ഗ്രീഡി ആയിട്ട്, ഇവിടെ നമ്മുടെ ഗ്രീഡി ഫാക്ടർ എന്താണ്? ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹയസ്റ്റ് വാല്യൂ ഉള്ള എമൗണ്ടിൽ എത്രത്തോളം കൊടുക്കാൻ പറ്റും അത് ആദ്യം കൊടുക്കും. സോ ദാറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഇസ് ലെസ്. നമ്മളിപ്പം 100-ന് 3 നോട്ടല്ല കൊടുത്തത്, 50-യുടെ ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് നോട്ട്സ് 6 ആയിട്ട് ഇൻക്രീസ് ആവുമല്ലേ? അപ്പോൾ ഇവിടെ 6 നോട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഗ്രീഡിലി ആയിട്ട് ഡിസൈഡ് ചെയ്യുവാണ് 3 നോട്ട്സ് കൊടുക്കാം. 3 നോട്ട്സ് കൊടുക്കുമ്പോൾ തന്നെ 300 ആയി. അപ്പോൾ ഫസ്റ്റ് സബ് പ്രോബ്ലം എന്ന് പറയുന്നത് 300-ന് എത്ര നോട്ട്സ്? 300 നമ്മൾ എത്ര നോട്ട്സ് ആ ഗ്രീഡിലി അപ്രോച്ച് ചൂസ് ചെയ്തത്? മിനിമം നമ്പർ ഓഫ് നോട്ട്സ് കൊടുക്കുന്ന സംഖ്യ ഏതായതിൽ 100 ആണ്. 100-ന് മാത്രമേ 3 നോട്ട്സ് കൊടുക്കാൻ പറ്റൂ. 50 ആണെങ്കിൽ 6 ആവും, 20 ആണെങ്കിൽ അത് ഇനിയും കൂടും അല്ലേ? അപ്പോൾ 100-ന്റെ 3 നോട്ട്സ്, അപ്പോൾ 3 നോട്ട്സ് ആണ് അവിടെ നമ്മൾ ചൂസ് ചെയ്തത്. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുന്നത് 21 എന്ന വാല്യൂവിന് 21 എടുക്കാൻ പറ്റില്ല, നമുക്ക് 20 എന്ന വാല്യൂവിന് എത്ര ചേഞ്ചസ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 20-ക്ക് മിനിമം നമ്പർ ഓഫ് നോട്ട്സ് കൊടുക്കുന്ന വാല്യൂ ആരാ? 20 റുപ്പീസിൻ്റെ നോട്ട് തന്നെയാണ്. അപ്പോൾ അത് ഒരെണ്ണം ചൂസ് ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമ്മൾ 10 ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ 2 എണ്ണം എടുക്കേണ്ടി വരും അല്ലേ? സോ അപ്പോൾ അവിടെ നമ്പർ ഓഫ് നോട്ട്സ് കൂടുന്നു, പക്ഷെ നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് നോട്ട്സ് കുറയണം. സോ വി വിൽ ചൂസ് 20. Now last part of the question is 1. 1-ന് ബെസ്റ്റ് ചോയ്സസ് ഒരു 1 rupee നോട്ട്സ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എത്ര നോട്ട്സ് കൊടുക്കേണ്ടി വന്നു? 3 + 1 + 1 which is 5 നോട്ട്സ്. സോ ഇവിടെ നമ്മൾ അറിയാണ്ട് യൂസ് ചെയ്തത് ഗ്രീഡി അപ്രോച്ചാണ്. ബിക്കോസ് വി ആർ ചൂസിങ് ദ മാക്സിമം ഡിനോമിനേഷൻ സച്ച് ദാറ്റ് വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് നോട്ട്സ് ടു ബി യൂസ്ഡ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. നൗ ഇത് വെച്ചിട്ട് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ്റെ അൽഗോരിതം ഞാൻ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഗ്രീഡിയുടെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ഇവിടെ നമുക്കൊരു ഇൻപുട്ട് ഉണ്ട്, നമുക്കൊരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ കൺസ്ട്രെയിൻസ് തന്നില്ല, നമുക്ക് കുറച്ചുകൂടെ കൺസ്ട്രെയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം നമുക്ക് 100-ൻ്റെ 3 നോട്ട്സ് ഇല്ല, പകരം വി ഹാവ് ഓൺലി 2 നോട്ട്സ് ഓഫ് 100. ഓക്കെ, 50-യുടെ ഒരു 5 നോട്ട് ഉണ്ട്, 20-യുടെ ഒരു 10 നോട്ട്സ് ഉണ്ട്, 10-ൻ്റെ ഒരു 20 നോട്ട്സ് ഉണ്ട്, 5-ൻ്റെ 20 ഉണ്ട്, 1-ൻ്റെ 20 ഉണ്ട്. ഇത് കൗണ്ടാണ്, ഇത് ഡിനോമിനേഷൻ. ഏതൊക്കെ ഡിനോമിനേഷൻ ഓഫ് നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്, കറൻസി നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ കൗണ്ടാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ കൺസ്ട്രെയിൻസ് വരുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് മാറില്ല. കാരണം ഇവിടെ നമുക്ക് 100-ന് 3 നോട്ട്സ് എടുക്കാൻ പറ്റില്ല, കാരണം എന്താ? നമുക്ക് 3 നോട്ട്സ് ഇല്ല. സോ കൺസ്ട്രെയിൻ അവിടെ വയലേറ്റ് ആയി. അപ്പോൾ നമ്മൾ എന്തെടുക്കും? 100-ന് 2 നോട്ട്സ് അവിടെ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് 200-ന് ബാലൻസ് ആയുള്ളൂ. ഇനി ബാക്കി എത്ര രൂപയുണ്ട്? നമുക്ക് 300 ഇനി 100 റുപ്പീസ് ബാലൻസ് ഉണ്ട്. 100 റുപ്പീസിന് നമുക്ക് നെക്സ്റ്റ് പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് 50-യുടെ 2 നോട്ട്സ് ആണ് അല്ലേ? അപ്പോൾ 2 നോട്ട്സ് ഓഫ് 50. ഇപ്പം നമ്മൾ 300 കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 20 ആണ്. 20-ക്ക് 1 ഔട്ട് ഓഫ് 20 വിൽ ഡു. നമുക്ക് അത്രയും നോട്ട്സ് അവിടെ ഉണ്ട് താനും. ഇനി അടുത്ത നമുക്ക് വേണ്ടത് 1 റുപ്പീസ് ആണ്. അതിൽ 1 നോട്ട് ഓഫ് 1 റുപ്പി. ഇപ്പം നമുക്ക് എത്രയാണ് നമ്മുടെ മിനിമം? നമ്മൾ എടുത്ത മിനിമം നോട്ട്സ് കൗണ്ട് എത്രയാണ്? 2 + 1 + 1 which is 6. നേരത്തെ നമുക്ക് 5 ആണ് വന്നത്, പക്ഷെ ഇവിടെ ഒരു കൺസ്ട്രെയിൻ കൂടെ വന്നപ്പോൾ നമുക്ക് ആ ചെയ്ത സൊല്യൂഷൻ ഫീസിബിൾ അല്ലാതെ വന്നു. അപ്പോൾ നമുക്കിവിടെ കൺസ്ട്രെയിൻസ് വരുമ്പോൾ ചിലപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ഇനി നമ്മുടെ ഗ്രീഡിയുടെ കൺട്രോൾ അബ്സ്ട്രാക്ഷനിലോട്ട് വരാം. സോ ആദ്യം നമുക്കിവിടെ വേണ്ടത് എന്താ? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താ? കൗണ്ടാണ്. ഓക്കെ, നമുക്ക് ഏത് അൽഗോരിതം എഴുതുമ്പോഴും നമ്മൾ ഫസ്റ്റ് അതിനൊരു പേര് കൊടുക്കില്ല. സോ സെയിം തിങ് ഹിയർ, നമുക്ക് ഗ്രീഡി അൽഗോരിതത്തിന് ഒരു പേര് കൊടുക്കാം, ഗ്രീഡിന്ന്. ഇനി ഇതിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും? an array of elements, right? അപ്പോൾ ഞാൻ ഇതിന് ഇൻപുട്ടായിട്ട് ഒരു അറേ എടുക്കുവാണ്. ആൻഡ് അറേക്കകത്ത് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് n എടുക്കുവാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ മിനിമം കൗണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാഫിൻ്റെ മിനിമം ഷോർട്ടസ്റ്റ് പാത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളവിടെ സെറ്റ് ഓഫ് പാത്തുകളായിരിക്കും, സെറ്റ് ഓഫ് എഡ്ജസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് വേർട്ടസസ് ആയിരിക്കും എടുക്കുക. അപ്പോൾ അവിടെ ഒരു സെറ്റ് ഓഫ് എലമെൻസിൻ്റെ വരാം. ഇപ്പം മിനിമം എമൗണ്ട് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഒരു ഫ്ലോട്ട് വേരിയബിൾ മതിയാവും അല്ലേ? മാക്സിമം പ്രോഫിറ്റബിൾ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒറ്റ ഫ്ലോട്ട് വേരിയബിൾ മതിയാവും. സോ സെയിം തിങ് ഹിയർ, നമുക്ക് സൊല്യൂഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ജനറലി അതിനെ സൊല്യൂഷൻ വേരിയബിൾ എന്ന് പറയാം. ആൻഡ് അതിനെ തീറ്റ കൊണ്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. ആൻഡ് തീറ്റ ഹിയർ ജസ്റ്റ് റെപ്രസെൻറ്റ്സ് എംപ്റ്റി സെറ്റ്.
As I said, result can be a single variable or it can be a set, a collection of variables. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാണ് സൊല്യൂഷൻ എംറ്റി ആണ്. സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ 0 കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഞാനൊരു സെറ്റായിട്ട് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് അതിനെ തീറ്റ വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നമ്മൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്തായിരുന്നു. നമുക്കിപ്പം ഫസ്റ്റ് കണ്ടീഷൻ വന്നിട്ട് 300-ന് ചേഞ്ച് കൊടുക്കണം. അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത്? ഇതിനകത്തുള്ളതിൽ മാക്സിമം ആയിട്ടുള്ള ഡിനോമിനേഷനാണ് നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെ ചൂസ് ചെയ്താലേ നമുക്ക് മിനിമം നമ്പർ ഓഫ് കോയിൻസ് വെച്ചിട്ട് ഇതിനെ ചേഞ്ച് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്തത് ആദ്യം 100-ന് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ്. അതായത് ഇവിടെ 100-ന് 2 നോട്ട്സേ ഉണ്ടായിരുന്നു. സോ വി ചോസ് 200 നോട്ട്സ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചൂസ് ചെയ്യുന്നത് എന്താ? നെക്സ്റ്റ് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഡിനോമിനേഷൻസിനെ ബേസ് ചെയ്ത് ഇവിടെ അറേ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? സോ സംതിങ് ദാറ്റ് വി നീഡ് ടു ഡു ഇൻ ഗ്രീഡി അപ്രോച്ച് ഇസ് സോർട്ടിങ് ദ അറേ ബേസ്ഡ് അപ്പോൺ ദ റിക്വയർമെൻറ്റ്. അത് ചിലപ്പോൾ അസെൻഡിങ് ഓർഡറിലാവാം, ചിലപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാവാം. ആൻഡ് ദിസ് ഈസ് നോട്ട് റിട്ടൺ എക്സ്പ്ലിസിറ്റ്ലി. ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരിടത്തും എഴുതുന്നില്ല. സോ യു കൻ ഇഗ്നോർ ഇറ്റ്. ബട്ട് റിമെമ്പർ ദാറ്റ് ബിഫോർ യു continue with the greedy approach, before you continue with the next approach, sorting is an important step. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് when you write the actual algorithm. നെക്സ്റ്റ് സോർട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രോബ്ലത്തിനെ നമ്മൾ n സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. നമുക്ക് അസ്യൂം ചെയ്യാം നമ്മുടെ ഈ പ്രോബ്ലം, നമ്മൾ ഈ അറേയിൽ n ഐറ്റംസ് ഉണ്ട്, അപ്പോൾ n സബ് പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ നമ്മൾ ഈ n സബ് പ്രോബ്ലംസിനും ലോക്കലി ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ അതിന് നമുക്ക് എന്ത് വേണം? ലൂപ്പ് വേണം. സോ ലെറ്റ്സ് റൈറ്റ് എ ലൂപ്പ് ഫോർ I is equal to 1 to n. That is, for each of the sub problem I'm going to repeatedly do something. അതെന്താ നോക്കാം. അപ്പം അവിടെ എന്താ ചെയ്തേ? ഇവിടെ ആദ്യം നമ്മൾ 200 എന്നതിന് ചേഞ്ച് കൊടുക്കുകയാണ് ആദ്യത്തെ നമ്മുടെ സബ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്തേ? ആ 200-ന് ലോക്കലി ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് 100-ന്റെ 2 നോട്ട്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ലോക്കലി ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ലോക്കലി ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കും ഫോർ ഈച്ച് സബ് പ്രോബ്ലംസ്. അതിൻ്റെ ലോജിക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് വേണ്ടത് ഏറ്റവും ഹയസ്റ്റ് ഡിനോമിനേഷൻ ആണ് എങ്കിൽ വേറെ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടത് ലോവസ്റ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ, അതിൻ്റെ എക്സാക്ട് ലോജിക്ക് ക്വസ്റ്റ്യനെ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ബട്ട് വാട്ട് വി കൻ ഡു ഇസ് വി കൻ അസ്യൂം ദാറ്റ് വി ഹാവ് എ ഫംഗ്ഷൻ കോൾ സിലക്ട്. ഈ അറേ പാസ് ചെയ്ത് കൊടുത്താൽ ലോക്കലി ഓപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് തിരിച്ചു തരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് വി ആർ നെയിമിംഗ് ദാറ്റ് ഫംഗ്ഷൻ ആസ് സിലക്ട്. സോ ലെറ്റ്സ് സേ സിലക്ട് ഗിവ്സ് us the locally optimized output and we call it as x. So x എന്താണ്? ഈ സബ് പ്രോബ്ലത്തിന്, ഈ ith സബ് പ്രോബ്ലത്തിൻ്റെ ലോക്കലി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കലി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അത് നമ്മൾ കൺസ്ട്രെയിൻസിന് അഗെയിൻസ്റ്റ് വാലിഡേറ്റ് ചെയ്ത് നോക്കും. അതായത് നമുക്ക് നേരത്തെ നമുക്ക് 300-ന് ചേഞ്ച് വേണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്താ പറയുക? നോർമലി 100-ന്റെ 2 നോട്ട്സ് എടുക്കാൻ, 100-ന്റെ 3 നോട്ട്സ് എടുക്കാൻ. 300 വേണ്ടേ? 100-ന്റെ 3 നോട്ട്സ് എടുക്കാൻ. പക്ഷേ 100-ന്റെ 3 നോട്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടോ? ഇല്ല. സോ അത് ഫീസിബിൾ ആണോ? അല്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീണ്ടും അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സിലക്ട് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്കൊരു ലോക്കലി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയാൽ ഉടനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ആ തന്നിരിക്കുന്ന ഔട്ട്പുട്ട് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഫീസിബിൾ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ എക്സ് എന്ന വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എനിക്ക് പറഞ്ഞു തരും ഇതൊരു ഫീസിബിൾ ഔട്ട്പുട്ട് ആണോ അല്ലയോ എന്ന്. ആൻഡ് ഇറ്റ് വിൽ ബി എ ബൂലിയൻ എന്ന് വിചാരിക്കുക. റിസൾട്ട് വന്നിട്ട് ബൂലിയൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇഫിനകത്ത് ഈ ഫീസിബിൾ ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഇഫ് ഫീസിബിൾ ഫംഗ്ഷൻ റിട്ടേൺസ് ട്രൂ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? നമുക്ക് കിട്ടിയ ഈ ഔട്ട്പുട്ട്, ഈ ലോക്കലി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എക്സ് വന്നിട്ട് ഫീസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ആ ചൂസ് ചെയ്തതിനെ നമ്മുടെ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് അപ്പെൻഡ് ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് യൂണിയൻ സെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ വേറെ ഒന്നുമല്ല, ഈ സെറ്റിലോട്ട് ഈ വാല്യൂവിനെ യൂണിയൻ ചെയ്ത് വെക്കണം. അതിന് സൊല്യൂഷനാണ് ആ സെറ്റിൻ്റെ പേര്, കോമ നമ്മൾ എന്താണ് യൂണിയൻ ചെയ്യേണ്ട ആ വാല്യൂ. സോ ഇതെപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ വാല്യൂ എക്സ് ഫീസിബിൾ ആണ് എന്ന് തെളിഞ്ഞാൽ മാത്രം നമ്മൾ ആ കിട്ടിയ എക്സിനെ നമ്മുടെ ഫൈനൽ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്ത് വിടുന്നു. ഇതും അസംഷൻ ആണ് യൂണിയൻ സെറ്റ് എന്ന പേര്. യൂണിയൻ സെറ്റ്, സിലക്ട്, ഫീസിബിൾ ഇതൊക്കെ നമ്മൾ കൊടുത്ത പേരാണ്. പേര് മാറിപ്പോയിട്ട് കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്,
ഇനി ഫീസിബിൾ അല്ല എങ്കിലോ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ ഫോർ ലൂപ്പ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും അൺടിൽ n ടൈംസ്. n സബ് പ്രോബ്ലംസ് ഉണ്ടെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ n സബ് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ഫൈനലി വി റിട്ടേൺ സൊല്യൂഷൻ. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഹിയർ. ഫൈനലി നമ്മൾ ഈ സൊല്യൂഷൻ റിട്ടേൺ ചെയ്ത് കൊടുക്കും യൂസറിന്. സോ ഇതാണ് നമ്മുടെ ഗ്രീഡി അൽഗറിതത്തിൻ്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് എപ്പോഴും ഗ്രീഡി അൽഗറിതംസ് എല്ലാം ഏകദേശം ഈ ഫോർമാറ്റിലാണ് വരുന്നത്. നമ്മൾ ആദ്യം സൊല്യൂഷൻ ആയിട്ടുള്ള നമ്മുടെ റിസൾട്ടൻ്റ് വേരിയബിളിനെ എം ടി സെറ്റ് അല്ലെങ്കിൽ ഒരു സീറോ വേരിയബിളിന് അല്ലെങ്കിൽ നൾ വേരിയബിൾ ഇങ്ങനെയായിട്ട് നമ്മൾ പോപ്പുലേറ്റ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ടിനെ നമുക്ക് വേണ്ട രീതിയിൽ സോർട്ട് ചെയ്യും. ഇത് എഴുതേണ്ട ആവശ്യമില്ല, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ഇത് എഴുതേണ്ട ഈ ലൈൻ, ഈ പിങ്കിൽ എഴുതിയിരിക്കുന്ന ലൈൻ എഴുതേണ്ട ആവശ്യമില്ല. ബട്ട് യു ഹാവ് ടു റിമെമ്പർ ഫോർ എവറി പ്രോബ്ലം യു ഹാവ് ടു ഡു ദിസ്. അത് കഴിഞ്ഞാൽ ഓരോ സബ് പ്രോബ്ലംസിനും ഇപ്പം നമുക്ക് n സബ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ n ടൈംസ് നമ്മൾ റിപ്പീറ്റഡായിട്ട് ഓരോ സബ് പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആൻഡ് ദാറ്റ് സൊല്യൂഷൻ ഷുഡ് ബി ലോക്കലി ഒപ്റ്റിമൈസ് സൊല്യൂഷൻ. അതിനുള്ള എക്സാക്ട് ലോജിക്ക് മാറും. ആൻഡ് അത് നമ്മൾ ഈ സെലക്ട് എന്ന മെത്തേഡിനകത്തോട്ട് കീപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി സെലക്ട് മെത്തേഡ് നമുക്ക് തരുന്ന ലോക്കലി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ നമ്മൾ ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ലോജിക് നമ്മൾ ഈ ഫീസിബിൾ മെത്തേഡിനകത്ത് ഇടും. ഇനി അതിനുശേഷം അത് ഫീസിബിൾ ആണെന്ന് കണ്ടാൽ മാത്രം അതിന് നമ്മൾ ഈ സൊല്യൂഷൻ സെറ്റിലോട്ട് ആഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിയൻ സെറ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഇത് n ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഫൈനലി വി ഗെറ്റ് ദ ഫൈനൽ സൊല്യൂഷൻ വിച്ച് വി റിട്ടേൺ ടു ദ യൂസർ. So this is the overall control abstraction of greedy approach.